നല്ല റോസ് ചമ്പാവലി. അതെ, ഇത്തിരി കുഴിവുള്ള ഒരു പരന്ന പിഞ്ഞാണത്തില് വെള്ളം കൂടുതലാക്കി പഴങ്കഞ്ഞി കോരിയെടുക്കണം. എന്നിട്ട് കുറച്ച് കട്ട തൈര് ഇതിലോട്ട് ഒഴിക്കണം. ഇത് പച്ചമുളക് കീറിയിട്ട് മാക്കറി ഇതിലോട്ട് ഇടണം. എന്നിട്ട് അങ്ങോട്ട് ഞെരടി ചേർത്തിട്ട് അപ്പം അങ്ങനെ ഇന്നത്തെ ദിവസം രാവിലെ ചായക്ക് കടി എന്താണെന്നല്ലേ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ നമ്മളിതാ ചമ്മന്തിയാണ് കേട്ടോ ആദ്യം റെഡി ആക്കുന്നത്. അപ്പോൾ ചമ്മന്തിക്ക് 2 ടൈപ്പ് ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ചുട്ടരച്ച ചമ്മന്തി പുളി ഇട്ടിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിക്കാണ് കേട്ടോ ഞാനിതാ ചുവന്നുള്ളിയും കൂടെ ചുട്ടെടുത്തിട്ടുണ്ട്, മുളകും ചുട്ടെടുത്ത്. അപ്പോൾ ചുവന്ന മുളക് ഉള്ളത് എടുത്തിക്കാണ് കേട്ടോ, കുറച്ചുള്ളതിന് കുറച്ചും കൂടെ ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാനിതാ ഇഞ്ചി ഇട്ടിട്ട് മല്ലിച്ചപ്പും കറിവേപ്പൊക്കെ ഇട്ടിട്ടുള്ളൊരു ചമ്മന്തിയാണ്. അപ്പോൾ മല്ലിച്ചപ്പ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാനത് സ്കിപ്പ് ചെയ്തു. അപ്പോൾ ചമ്മന്തി ഇറക്കാൻ വേണ്ടിയിട്ട് ഞാൻ അമ്മിമക്കാണ് കേട്ടോ ഇറങ്ങിയത്. അപ്പോൾ അമ്മിമേൽ അരച്ച ചമ്മന്തിയാണല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ നമ്മളിന്ന് കുടിക്കാൻ പോണത് രാവിലത്തെ നമ്മളെ ചായൻ്റെ കടി പഴങ്കഞ്ഞിയും കൂടെയാണല്ലോ. അപ്പോൾ ഞാൻ അമ്മിമ തന്നെ അരക്കാൻ വിചാരിച്ചിട്ട് അമ്മിയൊക്കെ നന്നായിട്ട് കേക്ക് വൃത്തിയാക്കിയതിന് ശേഷം കറിവേപ്പും ഇഞ്ചിയും കാന്താരിമുളകൊക്കെ ഇട്ട് അതിക്ക് ആവശ്യത്തിനുള്ള തേങ്ങയും കൂടെ ഇട്ടിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ ചമ്മന്തി അരക്കുന്നത്, ഇനി അമ്മി ഇത് വെള്ള ചമ്മന്തി അല്ലേ, അപ്പോൾ കളറ് മാറിയാൽ മറ്റേത് അരക്കുമ്പം അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ക്യാമറ പിടിച്ച് തരുന്ന ആൾ ഇഷുമോളാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെതായ കുറവുകളൊക്കെ ഉണ്ട്, ക്ഷമിക്കുക. അപ്പോൾ അങ്ങനെ ഞാൻ ചമ്മന്തി ഇങ്ങനെ അരച്ചുകൊണ്ട് നിൽക്കുകയാണ്. നീച്ചും കൂടെ ഉണ്ട്, ഓരോന്ന് ചോദിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. നീച്ചൊക്കെ ആദ്യമായിട്ട് കാണാണ് അമ്മിമേൽ അരക്കണത്. അപ്പോൾ ഒരു അത്ഭുതത്തോടെ ഏന്തി പാളി നോക്കണമൊക്കെ ഉണ്ട് കേട്ടോ. ടൈം ഇത്രയും നിങ്ങൾക്ക് കറക്റ്റ് ഓർമ്മയില്ല, പക്ഷേ നിഷു മദ്രസ് പോയതിൻ്റെ ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ സൂര്യനൊക്കെ ഉദിച്ച് ഇങ്ങനെ പൊങ്ങി വരുന്നുള്ളൂ. അപ്പോൾ പിന്നെ വലിയ ക്ലിയറൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ചമ്മന്തി റെഡിയായി. അത് റെഡിയായതിന് ശേഷം ഇങ്ങനെ ഉരുട്ടി പാത്രത്തേക്ക് മാറ്റി വെച്ചിട്ട് ഞാൻ സെക്കൻഡ് നമ്മളെ ചുട്ടരച്ച ചമ്മന്തി റെഡിയാക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ മുളകാണ് അരക്കണത്. മുളക് ആദ്യം അരക്കാഞ്ഞാൽ പിന്നെ അരഞ്ഞ് കിട്ടൂല. അപ്പം അങ്ങനെ മുളകും ഉള്ളിയും എല്ലാം കൂടെ ഇട്ട് അരക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് പുളി ഒരു സൈഡിലേക്ക് വെച്ചെടുത്തിട്ട് അതും ഒന്ന് ചതച്ചിതാക്കിയിട്ട് കുരുവൊക്കെ കളഞ്ഞെടുക്കണം കേട്ടോ. ഞാൻ ഇത്ര കാലമായിട്ട് ഞാൻ പഴങ്കഞ്ഞി എന്നെല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കാൻ വിചാരിച്ചാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു സാധനം തന്നെയാണ്. ഇതൊരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ നമ്മൾക്ക് വീണ്ടും ഉണ്ടാക്കാൻ വേണ്ടി തോന്നും കേട്ടോ. അപ്പം അങ്ങനെ നമ്മളെ ചുട്ടരച്ച ചമ്മന്തിയും കൂടെ ഉണ്ടാകുമ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ മുളകും ഇതൊക്കെ അരച്ച് ഉണ്ടാക്കി ഞാനത് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പുളി ഞാനിപ്പോൾ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെയാണ് ലാസ്റ്റാണ് ഞാൻ പുളിയേക്ക് കൂട്ടി കൊടുത്തത്. അപ്പോൾ ഇതാ പുളി ഇട്ടതിന് ശേഷം പുളിൻ്റെ കുരുവൊക്കെ അങ്ങോട്ട് പൊറുക്കിയെടുക്കുകയാണ്. ഏത് ഇത് നല്ല എരിവുണ്ട്, അതാണ് നല്ല എരിവില്ല. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഒരുപാട് മാങ്ങ ഉള്ളിരുന്ന സമയത്ത് ഇങ്ങനെ അമ്മിമേലേനി മാങ്ങ ചമ്മന്തി അരച്ചിരുന്നത്. എന്നിട്ട് ഞാൻ അമ്മിമേലിട്ട് ചോറൊക്കെ കുഴച്ച് തിന്നുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കുട്ടികളും നല്ല രസത്തിൽ കഴിച്ചിനി. അപ്പോൾ നമ്മളെ ചമ്മന്തി രണ്ടും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് പഴങ്കഞ്ഞി സെറ്റാക്കാം. അപ്പോൾ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ച ചോറാണ് കേട്ടോ അത്. അപ്പോൾ ചോറുക്ക് ഒരു 5-6 ചുവന്നുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി. അപ്പോൾ എന്നിട്ട് ഞാനിതിക്ക് പയറുകൊണ്ട് ഇങ്ങനെ ഉപ്പേരി ഉണ്ടാക്കിയത്, ചെറുപയർ കൊണ്ട്. പിന്നെ തലേ ദിവസത്തെ ബീൻസിൻ്റെ ഉപ്പേരി ഉണ്ട് ഇനി. പിന്നെ ഞാനിത് ആ ചമ്മന്തി ഇങ്ങനെ ബോൾസ് ആക്കിയിട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചുട്ടരച്ച ചമ്മന്തിയും സാദാ ചമ്മന്തിയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ച് രണ്ടും ഓരോ സൈഡിൽ വെച്ചിട്ടുണ്ടേനി. പിന്നെ സുർക്കയിലിട്ട മുളകുണ്ട്. പിന്നെ കുറച്ച് അച്ചാർ, മാങ്ങച്ചാറില്ല, അതുകൊണ്ട് നാരങ്ങാച്ചാർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ നമ്മളെ മെയിനായിട്ട് ഇതിലേക്ക് വേണ്ട സാധനമാണ് നമ്മളെ തൈര്. അപ്പോൾ തൈരും കൂടി ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ അതിൻ്റെ മേലേക്ക് കുറച്ച് പച്ച കാന്താരിയും കൂടെ ഇട്ട് കൊടുത്തിട്ടോ. നമ്മളെ പഴങ്കഞ്ഞി. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട നമ്മളെ വീഡിയോ ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്ത് സബ്സ്ക്രൈബൊക്കെ ചെയ്ത്